അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാന്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 1. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു തആല ഏകനാണ്. അവൻ അല്ലാഹു ആരാണ്? ഏകനാണെന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. ഓക്കെ. നാം അധിവസിക്കുന്ന ഈ ഭൂമിയും നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വിവിധ തരം സൃഷ്ടികളും ഉൾക്കൊള്ളുന്ന ഈ സുന്ദരമായ മഹാപ്രപഞ്ചം സ്വയം ഉണ്ടായതല്ല. അതിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ട്. ചിത്രകാരൻ ഉണ്ടെന്നതിനും പുസ്തകം രചയിതാവ് ഉണ്ടെന്നതിനും തെളിവാകുന്നത് പോലെ ഈ മഹാപ്രപഞ്ചം അതിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിന് തെളിവാകുമല്ലോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വരച്ച ഒരാളുണ്ട്, ഒരു ചിത്രക്കാരുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ പുസ്തകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് രചിച്ച ഒരാളുണ്ട്, അത് എഴുതിയ ഒരാളുണ്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? അതിന് ഒരു സൃഷ്ടാവ്, പ്രപഞ്ചം സൃഷ്ടിച്ച ഒരാളുണ്ട് എന്ന് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ തെളിവാകുമല്ലോ. ഈ പ്രപഞ്ചം കാണുമ്പോൾ അതിന് സൃഷ്ടിച്ച ഒരാളുണ്ടെന്നുള്ളത് തെളിവാകുമല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ വാഴ്ത്തുന്നു എന്ന് അള്ളാഹു തആല പറയുന്നു. സൂറത്തുൽ ഹദീദിൽ പറയുന്നുണ്ട്, എന്ത്? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. എന്താണ് അർത്ഥം? ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട്. അവൻ അജയ്യനും തത്വജ്ഞാനിയുമാണ്. അല്ലാഹു തആല അജയ്യനാണ്, തത്വജ്ഞാനിയുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. ബുദ്ധിയും വിവേകവും ഉള്ളവർ ആരും അവനെ നിഷേധിക്കുകയില്ല. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് ആണ് പറയല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്? ആശയം പറയുക, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയവുമാണ്. എല്ലാവരും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. അവൻ സന്താനം ഉൽപ്പാദിപ്പിച്ചവനല്ല, അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനുമല്ല. ലം യലിദ് വലം യൂലദ്, അതിന്റെ ആശയം അവന് തുല്യമായി ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ഒന്നുമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു എന്താണ്? ഏകനാണ്, അവൻ ഏകനാണ്. അള്ളാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയവുമാണ്. അവൻ സന്താനം ഉൽപ്പാദിപ്പിച്ചവനല്ല, അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനും അല്ല. അവനു തുല്യമായി ഈ ലോകത്ത് ഒന്നുമില്ല. തുല്യശക്തിയുള്ള 2 ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിക്കുമായിരുന്നു. അല്ലാഹു തആല പറയുന്നു, ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. സൂറത്തുൽ അംബിയായിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ രണ്ടും തകരാറിലാകുമായിരുന്നു. ഇപ്പൊ രണ്ടാളും തുല്യ ശക്തികളാണ്. ഒരാൾ മഴ വേണമെന്നും പറയും, മറ്റേ ആൾ എന്ത് പറയും? മഴ വേണ്ടാന്ന് പറഞ്ഞാല് ആകെ തകരാറാവുമല്ലോ. രണ്ടാൾക്ക് തുല്യശക്തി ആവുമ്പോൾ രണ്ടും സംഭവിക്കണമല്ലോ. അപ്പോൾ ഒരു ഇലാഹാകുമ്പോൾ ആ ഒരു തകരാറുണ്ടാവില്ല. ഏകനായ അല്ലാഹു തആല ഒന്നേ ഉള്ളൂ. നമ്മുടെ സൃഷ്ടാവ് ഏകനായ അല്ലാഹു തആലയാണ്. എല്ലാ വസ്തുക്കളുടെയും പരിപാലകൻ അല്ലാഹുവാണ്. അള്ളാഹുവിന് മാത്രമേ നാം ഇബാദത്ത് ചെയ്യാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ല എന്നാണ് ഈ കലിമത്തിന്റെ അർത്ഥം.
അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. എന്താണ് ഇബാദത്ത്? അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ആര്? നമ്മൾ. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ആരുമില്ല എന്നാണ് ഈ ഒരു തൗഹീദിന്റെ, കലിമത്ത് തൗഹീദിന്റെ അർത്ഥം. ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ ഉണ്ടെന്നോ, ഇബാദത്തിന് അർഹനായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ശിർക്ക്. നമ്മൾ ഇബാദത്ത് എന്താണെന്ന് പറഞ്ഞു. അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണെന്ത്? ഇബാദത്ത്. ഇനി ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ. അപ്പൊ അള്ളാഹു ഇവിടെ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്, അതേയുള്ള ആളാണ്. ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. അതുപോലത്തെ മറ്റൊരാൾ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇബാദത്തിന് അള്ളാഹുവിനെ കൂടാതെ വേറൊരാള് ഇബാദത്തിന് അർഹനായ ഒരാൾ ഉണ്ടെന്ന് കരുതലോ വിശ്വസിക്കലോ എന്താണ്? അത് ശിർക്കാണ്. അത് അള്ളാഹുവിനെ പങ്കു ചേർക്കലാണ്. ബഹുദൈവ വിശ്വാസമാണ്. ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് അത്. അള്ളാഹുവിനെ പോലെയുള്ള കഴിവുള്ള മറ്റൊരാളുണ്ടെന്നോ, ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു അല്ലാതെ വേറൊരാളുണ്ടെന്നോ, അല്ലെങ്കിൽ ഉണ്ടാകൽ അനിവാര്യമായ മറ്റൊരാള്, അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് വിശ്വസിക്കൽ എന്താണ്? അത് ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി തുടങ്ങിയ ഏതെങ്കിലും വിശേഷണങ്ങളോട് തുല്യമായവ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ശിർക്ക് തന്നെയാണ്. അള്ളാഹു തആല പൊറുക്കാത്ത മഹാപാപമാണ് ശിർക്ക്. അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹു നമ്മളെ പോലുള്ള കേൾവിയല്ലല്ലോ. കാഴ്ചയും അതുപോലെയല്ല, അറിവും അതുപോലെയല്ല, ശക്തി ഈ തുടങ്ങിയ ഏതെങ്കിലും വിശേഷണങ്ങളോട് തുല്യമായി അള്ളാഹുവിന്റെ അതേ കേൾവിയുള്ള വേറൊരാളുണ്ടെന്നോ, അതേ കാഴ്ചയുള്ള മറ്റൊരാളുണ്ടെന്നോ സൃഷ്ടികളിൽ ആർക്കെങ്കിലും, അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിക്ക് ഇതുപോലെയുള്ള കേൾവി, അള്ളാഹുവിനെ പോലെയുള്ള കാഴ്ച, അള്ളാഹുവിനെ പോലെയുള്ള അറിവ്, ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കൽ എന്താണ്? അതും ശിർക്ക് തന്നെയാണ്. അങ്ങനെ അവകാശപ്പെടൽ എന്താണ്? ശിർക്ക് തന്നെയാണ്. അള്ളാഹു തആല ഒരിക്കലും പൊറുക്കാത്ത മഹാ തെറ്റാണെന്ത്? ശിർക്ക്. പാപമാണെന്ത്? ശിർക്ക്. അംബിയ ഔലിയയിൽ നിന്ന് പ്രകടമാകുന്ന അത്ഭുത സിദ്ധികൾ അവരുടെ സ്വയം കഴിവല്ല. നബിമാരിൽ നിന്നും അതുപോലെ ഔലിയാക്കളിൽ നിന്നൊക്കെ പ്രകടമാകുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ, കറാമത്തുകളും മഅ്ജിസത്തുകളൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ സ്വയം കഴിവല്ല. അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവുകളാണ്. അള്ളാഹ് അവർക്ക് നൽകുന്നതാണ്, അല്ലാതെ അവരുടെ കഴിവുകളല്ല. അള്ളാഹു തആല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികളോട് നാം സഹായം തേടുന്നത് ശിർക്കിന്റെ ഗണത്തിൽ പെടുകയില്ല. ഈ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ അത്ഭുതങ്ങൾ കൊടുക്കുന്നുണ്ട്, കറാമത്തുകൾ കൊടുക്കുന്നുണ്ട്. ആ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സൃഷ്ടികളോട് നാം സഹായം ചോദിക്കുകയാണ്. അങ്ങനെ സഹായം തേടുന്നത് ശിർക്കിന്റെ ഗണത്തിൽ പെടൂല എന്നാ പറഞ്ഞത്. ഓക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി നേടി ജീവിക്കാനും കലിമത്ത് തൗഹീദ് ഉരുവിട്ട് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ ഉത്തരം എഴുതാം എന്നതാണ്. പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്ന് വ്യതിചലിച്ചവൻ ആരാണ്? അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ പ്രപഞ്ചത്തിന്റെ സ്വാഭാവികതയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. 2. തുല്യശക്തിയുള്ള 2 ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? തുല്യശക്തിയുള്ള 2 ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നശിക്കുമായിരുന്നു. അല്ലാഹു തആല പറയുന്നു, ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ചോദ്യം 3. ഇബാദത്ത് എന്നാൽ എന്ത്? അങ്ങേയറ്റത്തെ ആദരവും വിനയവുമാണ് ഇബാദത്ത്. ഷിർക്ക് എന്നാൽ എന്ത്? 4ാമത്തെ ചോദ്യം, ഷിർക്ക് എന്നാൽ എന്ത്? ഉണ്ടായിരിക്കൽ അനിവാര്യമായ മറ്റൊരാൾ ഉണ്ടെന്നോ, ഇബാദത്തിന് അർഹനായി അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാൾ ഉണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം. 2ാമത്തെ പ്രവർത്തനം പൂരിപ്പിച്ച അർത്ഥം എഴുതാനാണ്. സബ്ബഹ ലില്ലാഹി ഡാഷ് അൽ അസീദുൽ ഹകീം. അതുപോലെ ഖുൽ ഹുവല്ലാഹു ഡാഷ് വലം യൂലദ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീദുൽ ഹകീം. അർത്ഥം എന്താണ്? ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ടുണ്ട്. അവൻ അജയ്യനും തത്വജ്ഞാനിയുമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക,
അവൻ അള്ളാഹു ഏകനാണ്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയവുമാണ്. അവൻ സന്താനം ഉൽപ്പാദിപ്പിച്ചവനല്ല, അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവനും അല്ല, അവന് തുല്യമായി ഒന്നുമില്ല. അവസാന പ്രവർത്തനം, ചാർട്ട് നിർമ്മിക്കുക. കലിമത്ത് തൗഹീദും അർത്ഥവും. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനാരുമില്ല എന്നാണ് ഈ കലിമത്തിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി ആരുമില്ല എന്നാണ്. ഓക്കെ, ഒരു ചാർട്ട് രൂപത്തിൽ തയ്യാറാക്കാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.